വരാൻ പോകുന്ന ടെസ്റ്റ് ലോകകപ്പിൽ ഇന്ത്യക്ക് കളിക്കണമെങ്കിൽ ശ്രീലങ്കയുമായിട്ട് നടക്കാൻ പോകുന്ന ടെസ്റ്റ് പരമ്പരയിലെ 2 മത്സരങ്ങൾ വിജയിച്ചാൽ മാത്രമാണ് സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. നിലവിൽ ഇന്ത്യ ടെസ്റ്റ് റാങ്കിങ്സിൽ 5ാം സ്ഥാനക്കാരാണ് കേട്ടോ. അതിൽ 4 സ്ഥാനത്തിൻ്റെ ഉള്ളിൽ വന്നവർക്ക് മാത്രമാണ് കേട്ടോ സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും തോൽവി വഴങ്ങാതെ ഒന്നില്ലെങ്കിൽ സമനിലയോ അല്ലെങ്കിൽ വിജയം കൈവരിച്ചാൽ മാത്രമാണ് കേട്ടോ ഇന്ത്യക്ക് സെമി ഫൈനലിലേക്ക് എൻ്റർ ആവാനായിട്ട് പറ്റുള്ളൂ. അതിന് മുന്നൊരുക്കം എന്ന നിലയ്ക്ക് തന്നെ ഈ ഒരു പരമ്പരനെ ഇന്ത്യ വലിയ ഗൗരവത്തിൽ തന്നെയാണ് കേട്ടോ കണ്ടിരിക്കുന്നത്. ഇന്ത്യക്കായിട്ട് ഈ ഒരു ശ്രീലങ്കൻ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇറങ്ങാൻ പോകുന്ന പ്ലേയിങ് 11 ഇങ്ങനെയായിരിക്കും കേട്ടോ. ഇന്ത്യക്കായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് KL രാഹുലും യശസ്വി ജയ്സ്വാളും കൂടിയിട്ട് തന്നെ ആയിരിക്കും. KL രാഹുലിന് ഈ ഒരു പരമ്പരയിൽ വിക്കറ്റ് കീപ്പർ പദവി ഇല്ലാതെയാണ് കേട്ടോ ടെസ്റ്റ് പരമ്പരയ്ക്ക് വന്നിരിക്കുന്നത്. വിക്കറ്റ് കീപ്പറായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് ഋഷഭ് പന്തിനെയും ജുറലിനെയും ആണ് ഈ ഒരു സ്ക്വാഡിൽ ചൂസ് ചെയ്തിരിക്കുന്നത്. വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ 3ാം സ്ഥാനക്കാരനായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് സായ് സുദർശനാണ് കേട്ടോ. കുറച്ച് മത്സരങ്ങളായിട്ടാണ് സായ് സുദർശൻ ഈ ഒരു പൊസിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തു വരുന്നുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 4ാം സ്ഥാനക്കാരനായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ശുഭ്മാൻ ഗില്ലാണ്. 5ാം സ്ഥാനക്കാരനായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് ദേവ്ദത്ത് പടിക്കലാണ് കേട്ടോ. ഇതാണ് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ വരുന്നത്. ടോപ്പ് ഓർഡർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടോപ്പ് ഓർഡർ തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ക്വാഡിൽ നിന്നും ഇന്ത്യ ചൂസ് ചെയ്തിരിക്കുന്നത്. വിക്കറ്റ് കീപ്പർ ആയിട്ട് ഇന്ത്യക്കായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് ഋഷഭ് പന്ത് ആയിരിക്കും. ഇനി ബോളിംഗ് നിരയിലേക്ക് വരുന്ന സമയത്ത് ഓൾറൗണ്ടറായിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വന്ന രവീന്ദ്ര ജഡേജ ആയിരിക്കും ഇറങ്ങുന്നത്. അദ്ദേഹം ബാറ്റ് കൊണ്ടും അതേപോലെ തന്നെ ബോൾ കൊണ്ടും മികവ് കാണിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ ഒരു പരമ്പരയിൽ ഒരു മുതൽക്കൂട്ടാവുമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ബോളിംഗ് നിരയെ ചുക്കാൻ പിടിക്കാനായിട്ട് പോകുന്നത് ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും അതേപോലെ കുൽദീപ് യാദവും പ്രസീദ് കൃഷ്ണയും കൂടിയിട്ട് തന്നെ ആയിരിക്കും. 3 ഫേസ് ബോളർമാരെയാണ് കേട്ടോ ഇന്ത്യ ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്പിൻ ബൗളിങ്ങിനായിട്ട് രവീന്ദ്ര ജഡേജയും അതേപോലെ തന്നെ കുൽദീപ് യാദവ് തന്നെ ആയിരിക്കും കേട്ടോ ഇറങ്ങാനായിട്ട് പോകുന്നത്.